വിനാഗിരിയുടെ ചെറിയൊരു പുളിയും ആ തേങ്ങയൊക്കെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. സംസാരം ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള സാലഡുകൾ കഴിച്ചിട്ടുണ്ട്. സവോള സാലഡ്, അതുപോലെ കക്കരിക്ക സാലഡ് എല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ക്യാരറ്റൊക്കെ വാങ്ങാറുണ്ടല്ലോ. അപ്പം ക്യാരറ്റ് ഉപയോഗിച്ച് വളരെ നാടൻ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സാലഡാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ക്യാരറ്റും പച്ചമുളകും സവോളയൊക്കെ മതി. അപ്പം നമുക്കത് തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് സാധനങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാലഡിന് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2 കാരറ്റ്, ഒരു ചെറിയ സവോള, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു പിടി തേങ്ങ, അതുപോലെ തന്നെ അല്പം ഉപ്പ്, വിനാഗിരി. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ 2 ക്യാരറ്റാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ സവോളയും നന്നായിട്ട് കനം കുറച്ച് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് അതും കൂടെ അരിഞ്ഞെടുക്കാം. എത്രയോ കനം കുറച്ച് അരിഞ്ഞെടുക്കാവോ അത്രയും നന്നായിട്ട് തന്നെ സവോള അരിഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് സ്റ്റൗവിൽ വെച്ചൊന്നും ആക്കുന്നില്ല. നമ്മൾ മൊത്തം അരിഞ്ഞെടുത്ത് തന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കനം കുറച്ച് അരിഞ്ഞെടുക്കാവോ അത്രയും നല്ലതാണ്. നമ്മൾ സവോള ഇവിടെ അരിഞ്ഞു. ഇനി നമുക്ക് 4 പച്ചമുളക് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളകും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. പച്ചമുളക് അരിയുമ്പോൾ ശ്രദ്ധിക്കണം, തീരെ കനം കുറച്ചേ അരിഞ്ഞെടുക്കാവുള്ളൂ. നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. നമ്മൾ അടുപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ പെട്ടെന്ന് നമ്മളിപ്പോൾ ചോറിനൊക്കെ പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ള ഒരു സാധനമാണ് കാരറ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാലഡാണിത്. അപ്പോൾ നമ്മൾ മുളക് കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരല്പം ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. സാധാരണ നമ്മൾ തൈര് ഉപയോഗിച്ചാണ് സാലഡുകൾ ഉണ്ടാക്കാറ്. ഇന്ന് നമ്മൾ ക്യാരറ്റിനോട് ചേർക്കുന്ന ഒരു പിടി തേങ്ങ ചിരകിയതാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1-2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി വിനാഗിരിയുടെ രുചി ഇഷ്ടമില്ലെങ്കിൽ ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സെർവിംഗ് ബോളിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മളുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നോൺ വെജ് ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ആ കറികളുടെ കൂട്ടത്തിലൊക്കെ നമുക്കൊന്ന് കൂട്ടാൻ പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാലഡാണിത്. നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ തേങ്ങയും കൂടെ ഇട്ട് നമ്മൾ അതൊന്ന് തിരുമ്മിയിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കുവാണെങ്കിൽ തേങ്ങ ഇടുമ്പോൾ വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെ കൂട്ടത്തിലൊരു കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ വിനാഗിരിയുടെ ചെറിയൊരു പുളിയും ആ തേങ്ങയൊക്കെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. Bye.